കുട്ടികൾക്ക് പഠനത്തിൽ വൈകല്യം കാണുന്നുണ്ടോ? കുട്ടികൾക്ക് പഠനത്തിലെ വൈകല്യം വരിക എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് വളരെയേറെ ദുഃഖപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളുടെ ജാതകത്തിൽ ഇപ്പോൾ ജനിച്ച സമയമൊക്കെ വെച്ച് നമ്മൾ ജാതകം പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, കുട്ടികൾ ഉദ്ദേശിച്ച തരത്തിൽ ഉയരുന്നില്ല എങ്കിൽ കുട്ടികളുടെ ജാതകത്തിൽ ബുധന് ഏത് തരത്തിലാണ് ബുധൻ്റെ നിൽപ്പ്, ബുധൻ എന്ന് പറയുന്ന പ്ലാനറ്റ് ഗ്രഹം എവിടെയാണ്, എങ്ങനെയാണ്, ബുധന് എന്തെങ്കിലും മൗഢ്യമുണ്ടോ, അല്ലെങ്കിൽ ബുധഗ്രഹം ഏതെങ്കിലും മോശത്തിലാണോ, ഒപ്പം തന്നെ ആ ഗ്രഹം അവന് ഗുണം ചെയ്യുന്നുണ്ടോ എന്നാദ്യം പരിശോധിക്കുക. ഒരു ദൈവജ്ഞനെ കൊണ്ട്, ഒരു ജ്യോത്സ്യനെ കൊണ്ട് അത് പരിശോധിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന കുട്ടിയുടെ 10ാം ഭാവം മന്ദാക്ഷക വർഗത്തിൽ ഏത് ഗ്രഹമാണ് ബലവാനായിട്ട് നിൽക്കുന്നത് എന്ന് നോക്കുക. ആ ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹം ചിലപ്പോൾ ബുധനാവാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഗ്രഹമാവാം. അപ്പോൾ ആ ബുധന് അനുസരിച്ചിട്ടുള്ള കോഴ്സുകളോ പഠനങ്ങളോ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പഠനത്തിലേക്കാണ് തിരിയേണ്ടതെങ്കിൽ അതനുസരിച്ചുള്ള, അപ്പോൾ ഏത് ഗ്രഹമാണ് അവൻ്റെ ബലവാനായിട്ട് ഉച്ചത്തിൽ നിൽക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് ഒരു പ്രൊഫഷൻ, ഒരു കരിയർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ കരിയറിലൂടെ പോകുമ്പോൾ അവന് കൂടുതലായിട്ട് അവന് തിളങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവൻ പഠനത്തിൽ ഒരുപാട് അലസനാണെങ്കിൽ അവൻ്റെ 10ാം ഭാവത്തിൽ മന്ദാക്ഷക വർഗത്തിൽ നിൽക്കുന്ന ഗ്രഹം വളരെ മോശമാണ്, അവനത് മൗഢ്യമുള്ളതാണ് എങ്കിൽ അതിനെ ഉച്ചത്തിലാക്കാനായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്.